വെൽക്കം സായിറാം. അതായത് സഹോദരിമാരും കുറെ കമന്റിൽ കൂടെയൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ സായിബാബയുടെ അനുഭവം എങ്ങനെയാണ് ഫസ്റ്റ് തുടങ്ങിയത് ഒന്ന് പറയാമോ? സായിബാബയെ എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റിയത്? എന്താണ് അനുഭവം? നിങ്ങളുടെ അനുഭവമൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്നത് പിന്നെ സായിബാബയെ ഒരു 10 പേരെങ്കിലും കാണട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. ഞങ്ങൾ മാത്രം കണ്ടിരുന്ന സായിബാബയെ ഒരു 10 പേര് കാണണം എന്ന് വിചാരിച്ചു കൊണ്ടാണ് ഞാൻ ഈ ഷോർട്സ് ഇടാൻ തുടങ്ങിയത്. പക്ഷെ ഞാൻ കുറച്ച് പിന്നെ സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ കമന്റിൽ കൂടെ ഒരുപാട് പേര് എനിക്ക് പിന്നെ ഓരോരുന്ന് ചോദിക്കുകയും ലൈക്ക് തരികയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്ത് എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. വീണ്ടും വീണ്ടും ഇപ്പോൾ ഭഗവാനെ നമ്മൾ വീഡിയോയിൽ എല്ലാം കാണിക്കാന്നുള്ള ആ ധൈര്യത്തോടു കൂടി ഞാൻ ഓരോരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിതപ്പോൾ നിങ്ങളോടൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഭഗവാൻ ആയ അനുഗ്രഹമൊക്കെ എനിക്ക് തന്നു. അതായത് എന്നെ പറ്റി പറയാനൊന്നും വലുതായിട്ട് ഒന്നുമില്ല പറയാൻ. അതായത് ചെറുപ്പത്തിൽ തൊട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഭക്തി പറയുന്നത് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞങ്ങള് 5 പേരാണ്. 2 ചേട്ടനും 2 ചേച്ചിയുമാണ്. വലിയ ചേട്ടൻ വെളിയെ പഠിക്കാൻ പോയിരുന്നു. പിന്നെ ചെറിയ ചേട്ടനാണ് ഉണ്ടായിരുന്നത്. ചേച്ചിമാർക്കൊക്കെ കല്യാണം കഴിഞ്ഞു. എനിക്ക് 10 വയസ്സ് പ്രായമാകുമ്പോഴേക്കും എൻ്റെ ചേച്ചിമാർക്കൊക്കെ കല്യാണം കഴിഞ്ഞു. പിന്നെ എൻ്റെ മുത്തി എന്ന് പറയുന്നത് അവർക്ക് നല്ല ഭക്തിയാണ്. അവര് എല്ലാ കാര്യങ്ങളും പറയുകയായിരുന്നു. നാമം ജപിക്കുകയും മാല ജപിക്കുകയും ഇതൊക്കെ ഞാൻ കണ്ടാണ് വളർന്നത്. അതുകൊണ്ട് എനിക്ക് ഈ ക്ഷേത്രത്തിൽ പോകാനും പിന്നെ തൊഴുതാനും നാമം ജപിക്കാനും ഇതൊക്കെ വളരെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇഷ്ടമാണ്. അങ്ങനെ ഇരിക്കെ പിന്നെ എൻ്റെ അച്ഛന് ഒരു രോഗം പിടിപെട്ടത് കൊണ്ട് പിന്നെ 1 മാസത്തിലൊരിക്കലൊക്കെ ഹോസ്പിറ്റലിൽ പോകണം. അങ്ങനെ കിടന്നിട്ട് വരും. പിന്നെ ബെല്ലൂര്, ചെന്നൈ, പറഞ്ഞമാതിരി എങ്ങനെയൊക്കെ ഹോസ്പിറ്റലിൽ ഇടയ്ക്കിടയ്ക്കിലൊക്കെ പോയി ആഴ്ച തോറും ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. എനിക്ക് ഒരുപാടൊന്നും പഠിക്കാൻ പറ്റിയില്ല. ഞാൻ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ. എനിക്കത് പറയാനൊന്നും ഒരു മടിയുമില്ല. ഞാൻ അങ്ങനെ വലുതായിട്ടൊന്നും പഠിച്ചിട്ടില്ല. പക്ഷെ പഠിക്കാനുള്ള വസതി ഇതെല്ലാം ഞങ്ങൾക്ക് ഒരുപാട് തന്നെ ഉണ്ട്. ഞാൻ ജനിച്ചതൊക്കെ ഒരു നല്ല കോടീശ്വരന്റെ വീട്ടിൽ തന്നെയാണ് ജനിച്ചത്. പിന്നെ അങ്ങനെ കഴിഞ്ഞു പോയി. പിന്നെ എന്നെ കല്യാണം കഴിച്ചു കൊടുത്തു. അതും ഒരു നല്ല വസതിയുള്ള ഒരു വീട്ടിൽ തന്നെയാണ് കല്യാണം കഴിച്ചു കൊടുത്തത്. അങ്ങനെ നന്നായി പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ എനിക്ക് ഫസ്റ്റിലത്തെ മോള് ജനിച്ചു. അത് 2ാമത്തെ മോള് ജനിച്ചു. 3ാമത്തെ മോള് ജനിച്ചു. അങ്ങനെ 3 പെൺമക്കൾ. സന്തോഷത്തോടു കൂടി ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സന്തോഷം പറയുന്നത് പിന്നെ നമ്മൾക്ക് ഉണ്ടാകും. ദുഃഖമില്ലാതെ ആരും തന്നെ ഇല്ലല്ലോ. കുട്ടികൾക്ക് അസുഖം വരുമ്പോഴും നമ്മൾക്ക് അസുഖം വരുമ്പോഴും അങ്ങനെയൊക്കെ ഇരുന്നു. അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്നു. സന്തോഷവും കഷ്ടവും ദുഃഖവും എല്ലാം അത് എല്ലാവർക്കും ഉള്ളതല്ലേ. അങ്ങനെ പോയിക്കൊണ്ട് തന്നെയാണ് ഇരുന്നത് ജീവിതം. അങ്ങനെ ഇരിക്കെ പിന്നെ എൻ്റെ അച്ഛൻ മരിച്ചു. അതിനുശേഷം ഒരു 10 വർഷം കഴിഞ്ഞ ശേഷം പിന്നെ അമ്മ ഒരു ദിവസം ചേച്ചിയുടെ വീട്ടിൽ വന്നിട്ട് എൻ്റെ അടുത്ത് വിളിക്കുകയായിരുന്നു. നിന്റെ വീട്ടിൽ ഞാൻ വരണം, നീ ഒന്ന് എന്നെ വിളിച്ചിട്ട് പോകാമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അപ്പോൾ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. എന്താണെന്നുള്ളത് അത്രയ്ക്ക് ഓർമ്മയില്ല. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറയുമായിരുന്നു, അമ്മ നിങ്ങൾ ആരെങ്കിലും ചേച്ചിയുടെ മക്കളെയോ ആരെങ്കിലും പിന്നെ കൂട്ടിയിട്ട് വന്നിട്ട് നിങ്ങൾ വരൂ, എനിക്കിപ്പോൾ വരാൻ പറ്റില്ല, നിങ്ങളെ കൂട്ടിയിട്ട് വരാനായിട്ട് നിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് എൻ്റെ അമ്മ ചേച്ചിയുടെ വീട്ടിൽ നിന്നും പിന്നെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയിരുന്നു. അതിനുശേഷം ഒരു 4 ദിവസം അങ്ങനെ കഴിഞ്ഞ ശേഷം ഒരു ഫോൺ കാൾ വരുന്നുണ്ടായിരുന്നു. അമ്മ ഹോസ്പിറ്റലിലാണെന്നും അമ്മയ്ക്ക് ഒരുപാട് സുഖമില്ലെന്നും പറഞ്ഞ് ഒരു കോൾ വരികയായിരുന്നു. ഞങ്ങൾ പിന്നെ പോയി പാലക്കാട് തങ്ക ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതിനുശേഷം മെയ് 15-നായിരുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്. മെയ് 30-ാം തീയതിയായിരുന്നു എൻ്റെ അമ്മ
ഈ ലോകത്തെ വിട്ട് വിട പറഞ്ഞത്. അതായത് പോകുന്നത് എല്ലാവരും തന്നെ ഒരിക്കൽ മനുഷ്യനായി ജനിച്ചാൽ നമ്മൾ പോകേണ്ടതാണ് അങ്ങോട്ട്. അതല്ല എങ്കിലും എൻ്റെ അമ്മ എൻ്റെ അടുത്തേക്ക് വരാനായിട്ട് ഒരു ബാഗ് തുണിയൊക്കെ നിറച്ച് വെച്ചിരിക്കുകയാണ്. അത് മാത്രമാണ് കുറച്ച് മറക്കാൻ പറ്റാത്ത ഒരു വിഷമം. ഞാൻ അവിടെ പോവുകയാണ് പറഞ്ഞിട്ട് അമ്മ ബാഗ് നിറയെ തുണി വച്ചിരിക്കുകയായിരുന്നു. അതുമാത്രം തന്നെ മറക്കാൻ പറ്റാത്ത, ഞാനിപ്പോ ചിരിച്ച് സംസാരിക്കുന്നത് ഉണ്ടെങ്കിലും ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അങ്ങനെ പോകുകയാണ്. ഇപ്പൊ ഇതാ സായിബാബ എനിക്ക് അമ്മയായി കിട്ടിയിട്ടുണ്ടല്ലോ. എൻ്റെ അമ്മയെ അവിടെയും പോയിട്ടില്ല. അതുകൊണ്ടാണ് എൻ്റെ ഈ മുഖത്തിലുള്ള ആ സന്തോഷം. അതായത് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് 1 വർഷം തികയുമ്പോൾ പിന്നെ നമ്മൾ ആ ചടങ്ങൊക്കെ കഴിക്കുമല്ലോ. അതിനു വേണ്ടി ഞങ്ങൾ കോയമ്പത്തൂരിലുള്ള പിന്നെ പേരൂര് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുകയായിരുന്നു. അവിടെയായിരുന്നു ചടങ്ങുകളൊക്കെ ചെയ്തത്. അങ്ങനെ ചെയ്ത് നമ്മൾ അവിടെ ശിവക്ഷേത്രം ഉണ്ടല്ലോ, അവിടെ പോയി തൊഴുത ശേഷം പിന്നെ നോക്കുമ്പോൾ അവിടെ ബുക്സുകളൊക്കെ നിറയെ ഉണ്ടായിരുന്നു. അതില് ഞാൻ ബാബയുടെ ബുക്ക് ഒന്ന് അഷ്ടോത്രം എടുക്കുകയായിരുന്നു. പിന്നെ അതൊക്കെ തമിഴായിരുന്നു. അപ്പോൾ തമിഴ് ബുക്ക് ആണെങ്കിലും ഞാൻ ബാബയുടെ ബുക്കും പിന്നെ പാട്ട് CD-യും ഒക്കെ വാങ്ങിയിട്ട് വരികയായിരുന്നു. പിന്നെ തമിഴ് കുറച്ചൊക്കെ വായിക്കും. പഠിച്ചത് മലയാളമാണെങ്കിലും എനിക്ക് തമിഴൊക്കെ കുറച്ച് വായിക്കാനും എഴുതാനൊക്കെ ഞാൻ അങ്ങനെ ഇവിടെ വന്നപ്പോൾ കല്യാണം കഴിച്ചു കൊടുത്ത സ്ഥലത്തേക്ക് വന്ന ശേഷം ഞാൻ കുറച്ചൊക്കെ പഠിക്കുകയായിരുന്നു. അതുകൊണ്ട് കുറച്ചൊക്കെ വായിക്കാനൊക്കെ അറിയും. അങ്ങനെയൊക്കെ വായിച്ചുകൊണ്ടും ഞാൻ ബാബയെ കൂടുതൽ അറിയാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ സായിബാബയെ ടെമ്പിളിലേക്ക് നമുക്ക് പോകണം എന്നുള്ള ഒരു ആശ വന്നു എനിക്ക്. ഭഗവാനെ കാണണം എന്നുള്ള ഒരു തിടുക്കമായിരുന്നു. പിന്നെ അപ്പോഴൊക്കെ ഇവിടെ സായിബാബ ക്ഷേത്രം എന്ന് പറയുന്നത് കോയമ്പത്തൂരിൽ ഉള്ളതാണ് അറിയുന്നത്. പിന്നെ അതിനുശേഷം ഈ തൃശ്ശൂർ ജില്ല തിരുവല്ലാമലയിലൊന്നും ഉണ്ടെന്ന് അറിയപ്പെട്ടു. ശരി, നമ്മൾക്ക് അവിടെ പോവാന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഞങ്ങൾ പോകുകയായിരുന്നു. അങ്ങനെ ഒരു വ്യാഴാഴ്ച ദിവസം ഞങ്ങൾ ബാബയെ പോയി കാണുകയും കണ്ടപ്പോൾ അന്ന് തൊട്ട് ഭഗവാൻ എങ്ങനെയാണ് എൻ്റെ ഈ ജീവനായത്, എൻ്റെ ശ്വാസമായത്, എൻ്റെ കണ്ണിനൊളിയായി മാറിയത് എന്നൊന്നും എനിക്കറിയില്ല. അന്ന് ഞാൻ പോയി കണ്ടു. അന്ന് തൊട്ടാണ് ഭഗവാൻ പിന്നെ ഇല്ലാതെ എനിക്ക് ഇനി ഒരു ലോകവും ഇല്ല എന്നായത്. അങ്ങനെയാണ് എനിക്ക് ഫസ്റ്റ് ബാബയെ എനിക്ക് കാണാൻ പറ്റിയതും ഭാവിയെ കുറിച്ച് അറിയാൻ പറ്റിയതും. എനിക്ക് അങ്ങനെ ഭഗവാനിൽ കൂടെ എനിക്ക് എന്ത് പറ്റിയെന്നറിയില്ല. ഭഗവാനെ കാണാതെ പിന്നെ ഇരിക്കാനൊന്നും പറ്റുകയില്ല. എനിക്ക് ഭഗവാനെ എപ്പോഴും കാണണം, നാമം ജപിക്കണം, ബുക്ക് വായിക്കണം എന്നൊക്കെയായിരുന്നു. പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഇതാണ് തിരുവല്ലാമലയിലത്തെ ആ ഭഗവാൻ. ഞാൻ ആദ്യമായിട്ട് കണ്ട ആ മുഖം എൻ്റെ അമ്മ. അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതിന് ശേഷം ഒരു ആഗസ്റ്റ് 1 ഞങ്ങൾ മെയ്യിലാണ് ഒരു വർഷം. ആ മെയ് 2011 മെയ്യിലായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ക്ഷേത്രത്തിലൊക്കെ പോകാനും ഭാവിയെ അറിയുന്നതും ആഴ്ചതോറും പോകുന്നതും ഒക്കെ അങ്ങനെയായിരുന്നു. ജൂൺ ജൂലൈയും കഴിഞ്ഞു. ആഗസ്റ്റ് 1-ാം തീയതിയാണ് ഞാൻ ഈ അഷ്ടോത്തരമൊക്കെ താനാ വായിച്ച് പഴകണം എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഞാൻ വായിക്കുകയായിരുന്നു. ബാക്കിയൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ